ഇപ്പോൾ അപ്പു ജോസഫ് MLA മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. 7 MLA-മാരും പാർട്ടി ചെയർമാനെ വന്ന് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഒരു ചെറിയതായിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് മോൻസ് ജോസഫിനെ പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ട് തിരഞ്ഞെടുത്തു. ഇനി മറ്റു കാര്യങ്ങൾ ഇപ്പോൾ UDF ഈ ദിവസങ്ങളിൽ കൂടുമായിരിക്കും. അതിനുശേഷം മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാകാമെന്ന് പറഞ്ഞ് പിരിയുക ചെയ്ത്. പാർട്ടി നേതാവും കൂടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിലെ ചർച്ചകൾ, ഏതൊക്കെ എവിടെ കേന്ദ്രീകരിച്ചായിരിക്കും? 2 മന്ത്രിസ്ഥാനം ചീഫ് വിപ്പ് ഉൾപ്പെടെ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി. അത് UDF ഒക്കെ ചേർന്നതിന് ശേഷം കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വ യോഗം ചേർന്നതിന് ശേഷം ഒക്കെ വരുന്ന തീരുമാനങ്ങളാണ്. നിലവിൽ വന്ന എല്ലാവരും പ്രാർത്ഥനയോടെ തുടങ്ങി. ഇപ്പം ഈ പറഞ്ഞ പോലെ മോൻസ് ജോസഫിനെ പാർലമെന്റ് പാർട്ടി നേതാവായിട്ട് തെരഞ്ഞെടുത്തു. അതേപോലെ തിരിച്ചു വേണമെന്ന്, കാരണം 2 മന്ത്രിസ്ഥാനം ഒരു ചീഫ് വിപ്പ് ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അത് അതുപോലെ തന്നെ വേണമോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഏകദേശ ധാരണ നേരത്തെ തന്നെ ഉണ്ടായിട്ടാണോ? ഇല്ല, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും പാർട്ടിക്ക് അർഹമായ സ്ഥാനങ്ങൾ പാർട്ടി ആവശ്യപ്പെടുന്നതാണ്. അത് UDF-ലും പ്രത്യേകിച്ച് വേറെ രീതിയിലൊന്നും തീരുമാനങ്ങൾ വരാനുള്ള കാര്യമില്ല. മന്ത്രിസ്ഥാനവും വകുപ്പും തീരുമാനിച്ച ചർച്ചകൾ എങ്ങനെയായിരിക്കും? അല്ല, അതെല്ലാം ഇനി വരുന്നേ ഉള്ളൂ. അതിനി പാർട്ടി ഇന്നലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വന്നതേ ഉള്ളല്ലോ. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇനി UDF കൂടണം. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയുടെ യോഗം ചേരണം. അതിനുശേഷമാണ് ഏതൊക്കെയാലും ഇനി വരുന്ന ഒരു 1-2 ആഴ്ചയ്ക്കൊക്കെ ആ വിഷയങ്ങൾ വന്നിരുന്നോ? അല്ല, അത് ചർച്ച ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അത് UDF ചേരുന്ന എന്താണ് എന്നൊക്കെ നോക്കി അതനുസരിച്ച് വീണ്ടും വന്നോട്ടെ പാർട്ടിയുടെ നേതൃയോഗം കൂടും. ചർച്ചകൾ ഇവിടെയാണോ കോട്ടയം കേന്ദ്രീകരിച്ചായിരിക്കും? ചീഫ് പിന്നെ പാർലമെന്റ് പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്നാണോ ചെയർമാൻ്റെ ദിശയിലായിരിക്കും? തീർച്ചയായിട്ടും ചെയർമാൻ്റെ ദിശയിലായിരിക്കുമല്ലോ. ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും പലരുടെയും ഫ്ലെക്സുകൾ ഉയർന്നു വന്നിരിക്കുന്നു. എന്താണ് ആ കാര്യത്തിൽ നിലപാട്? ഇത്തരം ചർച്ചകൾ ഈ ഘട്ടത്തിൽ അനിവാര്യമാണോ? എന്താണ് ഈ പരസ്യമായിട്ടുള്ള ഈ ഫ്ലെക്സ് ചർച്ചകൾ ആവശ്യമാണോ? അത് പാർട്ടി ഇന്നലെ എടുത്തൊരു നിലപാടെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ്. അത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അത് കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു അതിനോട് അത് യോജിച്ചു പോവുക എന്നുള്ളതായിരിക്കും പാർട്ടിയുടെ നിലപാട്. ഈ 2 മന്ത്രിസ്ഥാനം കിട്ടിയാൽ ഏതൊക്കെ വകുപ്പുകളായിരിക്കും? അല്ല, കൃഷി അത്തരം വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും താല്പര്യമുള്ള വകുപ്പാണ്. പക്ഷെ അതൊക്കെ പാർട്ടി നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. അങ്ങനെ പരിഗണിക്കാൻ മറ്റേതെങ്കിലും ഒരു വകുപ്പിന്റെ പേര് പറയാനുണ്ടോ? IT ചോദിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. പാർട്ടി പിന്നീട് തീരുമാനിക്കേണ്ട. നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു ക്ലെയിം പറയാനുള്ള ജോസഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.